കളമശ്ശേരി നഗരസഭാ പരിധിയിലെ മെട്രോ പില്ലറിന് സമീപം ഇടിഞ്ഞ ഭാഗം കെട്ടിയുയർത്തുന്നതിൽ അഴിമതി നടന്നുവെന്ന ആരോപണമുയരുകയാണ്. UDF ഭരിക്കുന്ന നഗരസഭയിൽ ചെയർമാൻ കരാറുകാരനുമായി രഹസ്യധാരണയുണ്ടാക്കിയെന്നാണ്. നിർമ്മാണ പ്രവർത്തനം, എസ്റ്റിമേറ്റും ടെൻഡറും കരാറും ഒന്നുമില്ലാതെയാണ് കളമശ്ശേരിയിൽ പ്രവർത്തനം നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും വർത്തമാനങ്ങളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും കാണാം. അപ്പോൾ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടും നിറയെ സ്നേഹം. ഇന്നത്തേക്ക് യാത്ര പറയുന്നു. വീണ്ടും കാണാം. നമസ്കാരം. നഗരസഭാ ശ്മശാനത്തിനോട് ചേർന്നുള്ള മെട്രോ പില്ലറിനെ ഭീഷണിയായി ഇടിഞ്ഞ ഭാഗം കെട്ടിയുയർത്തുന്ന ജോലിയാണ് കളമശ്ശേരി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നിയമ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് നടത്തുന്നത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലാണ് ചിലവ്. 25 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തുക വന്നാൽ ടെൻഡർ വിളിക്കണം. എന്നാൽ ജില്ലാ ടൗൺ പ്ലാനറുടെ മുൻകൂർ അനുമതി തേടി പൂർത്തിയാക്കേണ്ട പ്രവർത്തികൾ എസ്റ്റിമേറ്റും ടെൻഡറും കരാറും ഒന്നുമില്ലാതെയാണ് നടക്കുന്നത്. ചെയർമാന്റെ നേതൃത്വത്തിൽ നിലവിലെ കരാറുകാരനുമായുള്ള രഹസ്യധാരണയുടെ ഭാഗമായാണ് അഴിമതി നടക്കുന്നതെന്നാണ് പരാതി. യാതൊരുവിധ ആലോചനയും ഒരു ജനാധിപത്യ പ്രക്രിയയോ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളോ ഒന്നുമില്ലാതെ ജമാൽ മണക്കാട് ചെയർമാൻ ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഈ പണി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ അത് കണ്ട ആളുകൾ പറയുന്നത് 10-30 ലക്ഷം രൂപയുടെ വർക്കുണ്ടെന്നാണ്. അഴിമതിയാണിത്. ഈ അഴിമതിക്കെതിരായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ നിൽക്കുന്നത്. വിദഗ്ധ മേൽനോട്ടം ആവശ്യമുള്ള ജോലിക്ക് പക്ഷേ യാതൊരുവിധ ഔദ്യോഗിക സാങ്കേതിക സംവിധാനത്തിന്റെയും പിന്തുണയില്ല. ആഴ്ചകൾക്കു മുന്നേ കനത്ത മഴയെ തുടർന്നാണ് ശ്മശാനത്തിലേക്കുള്ള സംരക്ഷണ ഭിത്തി തകർന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം നിറച്ചായിരുന്നു ഈ ഭാഗം നിർമ്മിച്ചത്. റോഡിൽ വിരിച്ച കട്ടകളിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. അപകട സാധ്യതയുള്ളതിനാൽ അടിയന്തിരമായി പൂർത്തിയാക്കേണ്ടതാണെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തെ അറിയിച്ച് പ്രത്യേക അനുമതി തേടേണ്ടതാണ്. എന്നാൽ ഇത്തരം നടപടികളൊന്നും നടന്നിട്ടില്ല. നഗരസഭാ ചെയർമാന്റെ അഴിമതിക്ക് നഗരസഭാ ഉദ്യോഗസ്ഥരും കൈകോർക്കുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാർ നിയമവിരുദ്ധമായ പ്രവൃത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കരാറുകാരന് വർക്ക് പെർമിറ്റും നൽകിയിരുന്നില്ല. വിദഗ്ധ മേൽനോട്ടം വേണ്ട ജോലിക്ക് ഔദ്യോഗിക സാങ്കേതിക സംവിധാനങ്ങളുടെ ഒന്നും പിന്തുണയില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് എസ്റ്റിമേറ്റ് തുകയായി വരുന്നത്. എന്നാൽ ടെൻഡറോ കരാറോ ഒന്നുമില്ലാതെ നഗരസഭാ ചെയർമാനും കരാറുകാരനും തമ്മിലുള്ള രഹസ്യധാരണയിലാണ് പണി പുരോഗമിക്കുന്നത്. ക്യാമറമാൻ ബാദലിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.